ജൈവ കൃഷിക്ക് വേണ്ടി നാട്ടിൽ മുറവിളി ഉയരുന്ന കാലമാണിത്. പ്രവാസ ലോകത്തുമുണ്ട് ചില ജൈവ മനുഷ്യർ. തങ്ങളുടേതായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹരിത സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ് ഇക്കൂട്ടർ. ഖത്തറിൽ നിന്നും ആലിക്കോയയും അത്തരം ചില സ്വപ്നങ്ങളുടെ ലോകത്താണ്. അതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. വൈകിയാണെങ്കിലും പച്ചപ്പിന്റെ വഴിയിലാണിപ്പോൾ ഗൾഫിൽ ചേക്കേറിയ മലയാളികളിൽ ഒരു കൂട്ടർ. നാട്ടിലേതുപോലെ മണ്ണില്ല, കാലാവസ്ഥയാണെങ്കിൽ പ്രതികൂലം. എന്നിട്ടും ഈ മനുഷ്യർ തളരുന്നില്ല. ഉള്ള സൗകര്യത്തിൽ തങ്ങളുടെ തന്നെ ഫ്ളാറ്റുകളിലും വില്ലകളിലും കൃഷി ചെയ്യാനുള്ള വെമ്പൽ. ഇത് ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്ന കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി നൌഷാദ് എന്ന ആലിക്കോയ. സ്വന്തം നിലയിൽ കൃഷി ചെയ്യുക മാത്രമല്ല, മറ്റു പലരെയും വീട്ടിൽ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചും ആലിക്കോയ ഖത്തറിലുടനീളം സഞ്ചരിക്കുന്നു. ഫ്ളാറ്റുകളിലും വില്ലകളിലും എങ്ങനെ കൃഷി ഒരുക്കാമെന്നും വിത്തുകൾ എങ്ങനെ തെരഞ്ഞെടുക്കാമെന്നും പരിചരണം ഏതു വിധത്തിലാകാമെന്നും ഈ മനുഷ്യൻ പറഞ്ഞു തരും. ജോലി കഴിഞ്ഞുള്ള സമയമത്രയും കൃഷിയുടെ ലോകത്താണ് ആലിക്കോയ. ശരിക്കും ഒറ്റയാൾ പ്രസ്ഥാനം. ആലിക്കോയ തന്റെ യത്നത്തിന് നൽകിയ ശീർഷകവും കൊള്ളാം: മണ്ണൊരുക്കാം, മനസ്സൊരുക്കാം. എൻ്റെ പേര് ആലിക്കോയ. ഞാൻ കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം പ്രവാസി അസോസിയേഷൻ്റെ ഒരു മെമ്പർ കൂടിയാണ്. പിന്നെ ഇവിടെ ഖത്തർ KMCCയുടെ പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞ അതിൽ ഒരു കൺവീനർ കൂടിയാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മണ്ണൊരുക്കാം മനസ്സൊരുക്കാം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരാശയം എൻ്റെ മനസ്സിൽ ഉദിച്ചതെന്ന് പറഞ്ഞാൽ, ഫ്ലാറ്റുകളിലും വില്ലകളിലും ഒക്കെ താമസിക്കുന്ന സ്ത്രീകളെ അതിന് സജ്ജരാക്കാൻ വേണ്ടിയിട്ട് കൃഷി എങ്ങനെ അവിടെയൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ കാണുന്ന ചെറിയൊരു കൃഷി. സ്വന്തം വീട്ടിൽ ആവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറികളും വിളയിച്ചെടുക്കുന്ന ആലിക്കോയയും ഭാര്യ ആബിദയും ഇവിടെ മാത്രമല്ല, നാട്ടിലും പരിസ്ഥിതി സംരക്ഷണ മാർഗത്തിൽ സജീവം. വർഷങ്ങൾക്ക് മുൻപ് ഫറൂഖ് കോളേജിലെ LSS പ്രവർത്തകർക്ക് കൃഷിപാഠം പകർന്നു നൽകിയായിരുന്നു തുടക്കം. നമ്മുടെ പല മുൻവിധികളും ആലിക്കോയെ തിരുത്തുന്നു. ശാസ്ത്രീയമായി മണ്ണൊരുക്കി കൃഷി ചെയ്യാമോ എങ്കിൽ ഗൾഫിലും 100 മേനി വിളയിക്കാം. ജൈവ കാർഷിക രീതി പിന്തുടരുന്ന ആലിക്കോയ ഉറപ്പു പറയുന്നു. അതിനു പക്ഷേ മണ്ണൊരുക്കുന്നത് മുതൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പരിചരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ദോഹയിൽ മാത്രം 47 വീടുകളിൽ ആലിക്കോയയുടെ മേൽനോട്ടത്തിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. ഇവരിൽ പരദേശികൾ മാത്രമല്ല, അറബ് സ്വദേശികളുമുണ്ട്. ഫേസ്ബുക്കാണെങ്കിൽ പോലും നമ്മൾ രോഗികളായി മാറുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ ഇനി എന്ത് ചെയ്യണം? നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പഴയമ്മക്കാരുടെ രീതിയിലേക്ക് ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. അതിന് അനിവാര്യതയ്ക്ക് ഏറ്റവും നല്ലത്, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ ഒരു മാർഗം ഇതാണ്. നുവൈജയിലെ തന്റെ വീടിനടുത്ത് ആലിക്കോയ നമസ്കരിക്കാനെത്തുന്ന പള്ളി. ഇവിടെ വെറുതെ കിടന്ന സ്ഥലത്ത് മണ്ണൊരുക്കി കാർഷിക പച്ചപ്പൊരുക്കാൻ മുന്നിട്ടിറങ്ങി. സിറിയൻ വയോധികൻ അബൂ ഖാലിദും ബംഗ്ലാദേശ് സ്വദേശി മുഅമിനുൽ ഇസ്ലാമും സഹായികളായി ഒപ്പം ചേർന്നു. 1.5 മാസം കൊണ്ട് തന്നെ വിളഞ്ഞു നിൽക്കുന്ന തോട്ടമായി ഈ മണ്ണ് മാറിയിരിക്കുന്നു. സൂര്യകാന്തി പൂക്കളും മല്ലികയും തുളസിയുമെല്ലാം അതിരിട്ട് നിൽക്കുന്ന മനോഹര ഉദ്യാനം. തണുപ്പുകാലത്തിന്റെ വരവോടെ ആലിക്കോയ ഇപ്പോൾ നല്ല തിരക്കിലാണ്. FCC അങ്കണത്തിലും KMCCയുടെ പച്ചത്തുരുത്തിലുമെല്ലാം മണ്ണൊരുക്കാൻ ഓടി നടക്കുകയാണ് ഈ ഹരിത സ്നേഹി. ഞാനിവിടെ ഈ മണ്ണിൽ പണിയെടുക്കുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ആ ചങ്ങായിക്ക് പ്രാന്താണ് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്കതിലൊരു പ്രയാസമില്ല. കാരണം ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അവധിക്ക് നാട്ടിലെത്തിയാലും പ്രകൃതി സംരക്ഷണ യത്നങ്ങളിൽ വ്യാപൃതരാണ് കുടുംബം. ചാലിയാർ ദോഹയുടെ സജീവ പ്രവർത്തകരാണ് ആലിക്കോയയും ഭാര്യയും.
സാമൂഹിക വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ചാലിയാർ പുഴയുടെ തീരത്ത് നിലമ്പൂർ മുതൽ ബേപ്പൂർ വരെയുള്ള പഞ്ചായത്തുകളിൽ നടന്ന വൃക്ഷത്തൈ നടൽ പരിപാടിയിലും ഇവർ സജീവം. സ്വന്തം വീട്ടിലെ കൃഷിയിൽ ആബിദയാണ് മുന്നിൽ. 2 മാസം കൊണ്ട് തന്നെ പടർന്നു പന്തലിച്ച കൊച്ചു കൃഷിയിടം ഇപ്പോൾ വിളവെടുപ്പിന് പാകം. ചീര, പടവലം, പാവൽ, പീച്ചിങ്ങ അങ്ങനെ എല്ലാം ഇവിടെയുണ്ട്. അപ്പം പലരും വരും, ഇതെങ്ങനെ ആലിക്കോയ അതൊന്ന് ഈ പുഴു വരുന്ന വളം ഞങ്ങൾ എത്ര മെനക്കെട്ടും കുറേ പൈസ ചിലവാക്കി ഉണ്ടാക്കിയിട്ടും ഇതൊന്നും ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ചേരുവകളുണ്ട്, ഒരു 4 മിശ്രിതം കൂട്ടിയിട്ടുള്ള ഒരു ചേരുവ, അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നല്ല വിളയും കിട്ടുന്നുണ്ട്. അപ്പം അത് സ്വന്തം ആ ഒരു അറിവ് പലരും അവനക്ക് അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ താല്പര്യപ്പെടില്ല. പക്ഷേ ഇത് ആർക്കൊക്കെയാണോ വേണ്ടത് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഒരു വ്യാഴവട്ടമായി ഖത്തറിൽ കൃഷിരംഗത്തുണ്ട് ആലിക്കോയ. മണ്ണൊരുക്കാം മനസ്സൊരുക്കാം പദ്ധതിയിലൂടെ കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിച്ചത് ഈ സീസണിൽ. ഹരിതവഴിയിൽ ഇനിയും ഏറെ താണ്ടാനുള്ള തിടുക്കത്തിലാണ് ആലിക്കോയ. ആ സ്വപ്നങ്ങൾക്ക് ഒപ്പം തന്നെയുണ്ട് ഭാര്യ ആബിദയും പച്ചപ്പിനെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരും.